ജീവിതത്തിൽ നടക്കുന്ന ചില പ്രധാന നിമിഷങ്ങളിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എന്നേക്കായിട്ട് അതിൻ്റെ ഒരു ഓർമ്മക്ക് വേണ്ടി വെക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഫ്ലവർ പ്രിസർവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു റെഫറൻസ് ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യണം. പൊതുവേ റെസിൻ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഉണ്ടാകാറ്. അപ്പോൾ ഇത് നമ്മൾ ഒറ്റ ലെയറിലല്ല ചെയ്യുന്നത്, ഇപ്പോൾ 2-3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ ദിവസങ്ങളെടുത്ത് ചെയ്യുന്ന പ്രോസസ്സാണ്. നല്ലോണം ഹാർഡായിട്ട് വേണം ഇത് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവരിതിൽ ഒരു ഡേറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു മെറ്റാലിക് സ്റ്റിക്കർ ആക്കിയിട്ട് അതും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അൺമോൾഡ് ചെയ്യുന്നത് നല്ലൊരു രസമുള്ള പരിപാടിയാണ്. അപ്പോൾ അൺമോൾഡ് ചെയ്ത് പിന്നെ ഇതിനൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈനൽ കോട്ടും കൂടി പുറത്ത് കൂടി ഒന്ന് അടിച്ചു കൊടുക്കും. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് വന്നിട്ടുള്ളത്. കുറേ ഡേയ്സ് 2-3 ഡേയ്സ് വേണം ഇത് നന്നായിട്ട് ഹാർഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളെന്തെങ്കിലും മൊമെൻറ്റ്സിലുള്ള കാര്യങ്ങൾ ഇതുപോലെ പ്രിസർവ് ചെയ്ത് വെക്കണമെങ്കിൽ എന്നെ